ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ സ്കിൻ കെയർ റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസം കൊണ്ട് ഇത് ഫോളോ ചെയ്യുന്നു. കുറച്ച് ദിവസം ഒന്ന് വെച്ചാൽ ഒരു 3 വീക്സ് അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു വീക്കിൽ 2 ടൈംസ് ഞാനിത് ഫോളോ ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാര്യം ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അഡ്വൈസ് മുഖാന്തരമാണ് ഞാനിത് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമില്ലേ. സംടൈംസ് ചില പ്രൊഡക്ട്സൊക്കെ ചിലർക്ക് വർക്ക് ചെയ്യും, ചില സമയത്ത് ചിലർക്ക് വർക്ക് ചെയ്യില്ല. ഇത് ഡിപ്പെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനിന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഞാൻ ഈ പ്ലമ്മിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് നോക്കി കേട്ടോ. ഇത് പ്ലമ്മിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. ഇത് ഫോമിങ് ഫേസ് വാഷാണ് കേട്ടോ. സാധാരണ എല്ലാ ഫേസ് വാഷും പോലെ തന്നെ, പക്ഷേ ഇതൊരു ഫോമാണെന്ന് മാത്രം. നന്നായിട്ട് വൃത്തിയാകുന്നുണ്ട്. ഇത് ഞാൻ അന്ന് പറഞ്ഞതുപോലെ 1 മിനിറ്റോളം എടുത്ത് നന്നായിട്ടൊന്ന് മുഖത്ത് പതപ്പിച്ച് തേക്കുക, അതിനുശേഷം കഴുകിക്കളയുക. ആ സമയത്ത് നമ്മുടെ മുഖത്തൊരു മസാജ് കൂടി കിട്ടും. പിന്നെ ഞാൻ യൂസ് ചെയ്തത്, അപ്പോൾ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്തത് പ്ലമ്മിൻ്റെ തന്നെ ബ്രൈറ്റൻ അപ്പ് ഫേസ് സ്ക്രബ് എന്ന് പറഞ്ഞ ഒരു സ്ക്രബാണ് കേട്ടോ. ഇത് വളരെ കോസ്റ്റ്ലി ഒന്നുമല്ല, പക്ഷേ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് 1 മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ വാങ്ങിച്ചാൽ. അധികം കോസ്റ്റ്ലി ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു സ്ക്രബ് ഒരു പീയുടെ വലിപ്പത്തിലെടുത്ത് മുഖത്ത് എല്ലായിടത്തും നന്നായിട്ടൊന്ന് വുമൻസിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യുക. അപ്പോൾ ഇത് ഒത്തിരി തരിയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നല്ല തരിയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്ത് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. പക്ഷേ മുഖം നല്ല ക്ലീൻ ആവും കേട്ടോ. അതുപോലെ തന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വലിയ പ്രോബ്ലമാറ്റിക് അല്ല. ഈ സ്ക്രബിന് ശേഷം നമുക്ക് പ്ലമ്മിൻ്റെ തന്നെ ഒരു ക്യാമലൈൻ ആൻഡ് വൈറ്റ് ടീ ആണ് കേട്ടോ. കാമലോൺ ആൻഡ് വൈറ്റ് ടീയുടെ ഒരു മാസ്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് അതിന് ശേഷം ഞാൻ ഇട്ടിരുന്നു. അപ്പം നമുക്ക് എങ്ങും പോകാൻ പറ്റിയില്ല, ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റിയില്ല. പെട്ടെന്ന് നമുക്കൊരു സ്കിന്നിനൊരു ഫ്രഷ്നെസ് വേണം, അല്ലെങ്കിൽ ഒരു ഗ്ലോ കിട്ടണം എങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട്, ഹാഫ് ആൻ അവർ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ 3 സ്റ്റെപ്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് ഓരോന്നിനും ഒരു 5 മിനിറ്റ്സ് എടുക്കും കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ഫോമിങ്ങും ക്ലീനിങ്ങും വാഷിങ്ങുമാണ്. സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബിങ്ങും മസാജിങ്ങുമാണ്. തേർഡ് സ്റ്റെപ്പാണ് നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സ്, ഈ 3 പ്രൊഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് സുന്ദരിയോ സുന്ദരനോ ഒക്കെ ആകാം കേട്ടോ. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ പാക്ക് യൂസ് ചെയ്ത് കേട്ടോ. അതുപോലെ തന്നെ സെയിം സ്റ്റെപ്പും ഞാൻ യൂസ് ചെയ്ത്. അപ്പോൾ എനിക്കത് ബെറ്ററായിട്ട് തോന്നി. ഇത് നമ്മളൊരു ട്രീറ്റ്മെൻ്റ് എന്നുള്ള നിലയിൽ, കാര്യം ചില ആൾക്കാരെല്ലാം സ്കിന്നിനെ ഒന്ന് പാമ്പർ ചെയ്യണമല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ. നമ്മളുടെ ഹോൾ ബോഡി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാമ്പർ ചെയ്യണം. ഇപ്പോൾ ഒരു സാറ്റർഡേ ആണെങ്കിൽ ഒന്ന് എണ്ണയൊക്കെ ഇട്ട് ദേഹത്തൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഒരു സ്ക്രബൊക്കെ ഇട്ട് തേക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. ആരുടെയും ഹെൽപ്പ് വേണ്ട. നമ്മൾ ബാത്റൂമിൽ കയറി ഒരു 30 മിനിറ്റ്സ് കൊണ്ട് എല്ലാം ചെയ്തിറങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും സുന്ദരനും സുന്ദരിയൊക്കെ ആവാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. കാര്യം എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ 3 പ്രൊഡക്ട്സ് വാങ്ങിച്ചപ്പോൾ എനിക്ക് 1000 സംതിങ് ആയുള്ളൂ. ഒന്ന് ട്രൈ ചെയ്യുക. കാര്യം ഒരു മാസത്തിൽ നമുക്ക് ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാമല്ലോ. അങ്ങനെ ഒരു മാസത്തിൽ നമുക്ക് 8 പ്രാവശ്യം ചെയ്യാൻ പറ്റും അല്ലേ. 8 പ്രാവശ്യം നമുക്കൊരു മാസത്തിൽ ചെയ്യാം. നമ്മുടെ സ്കിൻ കെയറിൽ റൂട്ടീനായിട്ട് അതൊന്ന് പോവുകയും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇതിൽ പാരബൻസ് ഒന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ സ്കിന്നൊക്കെ ഒന്ന് സുന്ദരിയാക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സെയിം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തന്നെ ഉണ്ടല്ലോ എൻ്റെ കാലിലും ചെയ്തു കേട്ടോ. കാലിലെ എഫക്റ്റ് നല്ലതായിരുന്നു. അതായത് ഈ സ്ക്രബ് ഉപയോഗിച്ച് കാലിലും ചെയ്തായിട്ടു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ ബൈ ഫോർ നൗ. ടേക്ക് കെയർ. ബൈ.